नमस्ते दोस्तों, आज हम बार्बर शॉप में हैं. ബാർബർ ഷോപ്പിൽ ഹിന്ദിക്കാരാണ് പലപ്പോഴും ഉണ്ടാകുക. അവരോടൊന്ന് സംസാരിക്കും, കുറച്ച് വാക്കെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും ബാർബർ ഷോപ്പിൽ നമുക്കൊന്ന് ഡീൽ ചെയ്യാം. തുടങ്ങാം നമുക്ക്. ബാൽ, മുടി എന്നാണ്. ബൈസ മുझे ബാൽ കട്ട്വാനാ ഹെ. ബാൽ കാട്ട്ന എന്ന് പറഞ്ഞാലും മതി, പക്ഷേ എനിക്ക് മുടിയൊന്ന് മുറിപ്പിക്കണം എന്ന് പറയുന്ന സ്റ്റൈലാണ് കട്ട്വാന എന്ന് പറയുന്നത്. അത് ബാൽ കാട്ട്ന. क्या आपको क्या चाहिए? मुझे बाल कटवाना है. ഈ കാട്ട്ന എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, പക്ഷെ സാധാരണ കട്ട്വാന എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബാൽ കട്ട്വാന ഹേ. ഓക്കെ, ബാൽ മുടി എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ പറയാം ബാൽ തോട ചോട്ടാ കർണാ ഹേ. ബാൽ തോട ചോട്ടാ കർണാ ഹേ, മുടി ഒന്ന് ചെറുതാക്കണം. ഓക്കെ, വേറൊന്ന് ഷേവ് ബി കർവാനാ ഹേ. താടി, ധാടി, ഷേവ് കർവാനാ ഹേ. താടിക്ക് ധാടി എന്നാണ് പറയുക. ധാടി, ധാടി എന്നൊക്കെ പറയും വരും. ധാടി ഷേവ് കർവാന. ഷേവ് കർണ എന്ന് പറഞ്ഞാലും മതി, തോട ഷേവ് കർണ അവർ ബാൽ കാട്ടണ. ഓക്കെ ആണോ? അതിന് കൃത്യമായ രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഒന്ന് പറയാം നമുക്ക്. ഭായ് സാബ് ക്യാ ചാഹിയെ ആപ്കോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഭായ് മുझे തോടാ ഷേവ് കർവാന ഹേ അവർ ബാൽ കട്ട്വാന ഹേ. ഓക്കെ, അപ്പോൾ ബാൽ എന്ന് പറയും മുടിയൻ. ഓക്കെ, അങ്ങനെ ഇത് ഷേവ് ചെയ്തു. അവസാനം ചോദിക്കാണ് മൂച്ച് क्या करूं? मुझ और थोड़ा छोटा कर लीजिए. और थोड़ा छोटा करो. और थोड़ा छोटा करो എന്നാണ് ഒന്നുകൂടി ചെറുതാക്കൂ. ഏതാണ് മൂച്ച്? മൂച്ച് എന്നാൽ എന്താണ്? മൂച്ച്, മൂച്ച് എന്നാണ്. മീശക്ക് മൂച്ച് എന്നാണ് പറയുക. ഓക്കെ ഓക്കെ, ഇത്തിന, ഇത്തിന കാഫി ഹേ, അല്ലെങ്കിൽ ഇത്ര മതി എന്ന് പറയാം. ഇത്തിന ബസ്, ഇത്തിനായി ഹേ, ഇത്തിനായി ഹേ, ഇത് മതി എന്ന് പറയാം. ഓക്കെ, ഉപ്പർ സേ കാട്ട് ലോ, നീച്ചെ ഐസാ രഖോ. ഉപ്പർ സെ കാട്ട് ലോ, അതായത് മുകളിൽ നിന്ന് എന്താക്കണം, ഒന്ന് ചെറുതാക്കൂ. ഉപ്പർ സെ ചോട്ടാ കറോ, മുകളിൽ നിന്ന് ചെറുതാക്കൂ. നീച്ചെ വൈസാ രഖോ, താഴെ അങ്ങനെ തന്നെ നിന്നോട്ടെ. താഴെ വൈസാ രഖോ. വൈസ, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ വൈസാ കറോ. ഐസാ മത് കറോ, വൈസാ കറോ. ഐസാ മത് കറോ, ഇങ്ങനെ ചെയ്യേണ്ട, വൈസാ കറോ. ഇതൊക്കെ നമ്മൾ പഠിച്ച വേർഡാണെങ്കിൽ പോലും ഇതിലേക്ക് കൂട്ടിക്കൊണ്ട് പറയാം. ആഖിർമേ അവസാനം നമുക്ക് പറയാം ബാൽ തൊട തേൽ സെ ദുൽവാവോ. ദുൽവാവോ എന്ന് പറഞ്ഞാൽ കഴുകണം എന്നാണ്. ദുൽവാന എന്ന് പറഞ്ഞാൽ കഴുകണം എന്നാണ്. ധോന കഴുകാൻ. ബാൽ തൊട ദുൽവാവോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും വളരെ നന്നായി. ഒരു ബാർബർ ഷോപ്പിൽ ചെന്ന് നമുക്ക് നന്നായി ഹിന്ദി സംസാരിക്കുവാനുള്ള പാഠങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അത് കൂടുതൽ അറിയുന്നതിന് ഹിന്ദി യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങൾ കൂടെ വരിക. ആപ്ക ധന്യവാദ്, ബഹുത് ശുക്രിയ.